വടകര പല്ലവി മ്യൂസിക് ബാൻഡ് രജത ജൂബിലി ആഘോഷവും പല്ലവി പവിത്രന്റെ സംഗീത യജ്ഞവും ഞായറാഴ്ച വടകര ടൗൺ ഹാളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30 ഹർഷൽ ദീപയുടെ ചിത്രപ്രദർശനം ആർട്ടിസ്റ്റ് മഥനൻ ഉദ്ഘാടനം ചെയ്യും. 9:45 കെ രാഘവൻ മാസ്റ്റർ അനുസ്മരണത്തിന്റെ ഭാഗമായി നടത്തിയ ഗാനാലാപന മത്സരത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളുടെ ഗാനാലാപനം ഉച്ചയ്ക്ക് 2 മണിക്ക് രജത ജൂബിലി പരിപാടികൾ നഗരസഭാ ചെയർപേഴ്സൺ കെ.പി. ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പവിത്രന്റെ അമ്മ തൊട്ടിൽ താരാട്ട് എന്ന മ്യൂസിക് ആൽബത്തിന്റെ 2ാം എഡിഷൻ പ്രകാശനവും അന്ന് നടക്കും. വൈകിട്ട് 3-ന് പുറന്തോടത്ത് ഗംഗാധരൻ, ആർട്ടിസ്റ്റ് രാംദാസ്, മോഹൻദാസ്, നാരായണ നഗരം, ചന്ദ്രമോഹനൻ, ശ്രീധർ വടകര, സിദ്ദിഖ് വടകര എന്നിവരെ ആദരിക്കും. 4 മണിക്ക് പവിത്രൻ പല്ലവിയുടെ സംഗീത യജ്ഞം വ്യത്യസ്ത ഭാഷകളിലെ 25 ഗായകരുടെ പാട്ടുകൾ പവിത്രൻ ആലപിക്കും. ഒക്ടോബർ 19-ന് പല്ലവി ഓർക്കസ്ട്രയുടെ രജത ജൂബിലി ആഘോഷം, അതുപോലെ അമ്മ തൊട്ടിൽ താരാട്ട് എന്ന ആൽബത്തിൻ്റെ 2nd എഡിഷനും വിപുലമായ പരിപാടികളോടുകൂടി വടകര ടൗൺ ഹാളിൽ നടത്താൻ വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം എന്താണെന്ന് വെച്ചാൽ പല്ലവി പവിത്രൻ്റെ 25 പാട്ടുകളാണ്. അതായത് വിവിധ ഭാഷകളിലെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിലെ ഇന്ത്യൻ സിനിമകളിലെ 25 ഭാഷകളിലുള്ള, അതായത് 25 ഗായകരുടെ പാട്ടുകൾ സ്വന്തം ശബ്ദത്തിൽ പല്ലവി പവിത്രൻ ആലപിക്കുകയാണ്. ആ ഒരു സംഗീതയജ്ഞമാണ് ആ പരിപാടിയുടെ ഹൈലൈറ്റ്. അതോടനുബന്ധിച്ച് തന്നെ ഒക്ടോബർ 19-ന്റെ പ്രത്യേകത കെ രാഘവ മാസ്റ്ററുടെ ഓർമ്മ ദിനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാഘവ മാസ്റ്ററുടെ പാട്ടുകളുടെ എൻട്രികൾ ക്ഷണിച്ചിരുന്നു. അത് പ്രായഭേദമന്യായിരുന്നു എൻട്രികൾ ക്ഷണിച്ചിരുന്നത്. 100ഓളം എൻട്രികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ മാസം 5-ാം തീയതി ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ വടകര വെച്ച് ഓഡീഷൻ നടത്തി. അതിൽ നിന്ന് അഡൽട്ടിലുള്ള 10 പേരെയും 10 കുട്ടികളെയും അങ്ങനെ 20 പേരെ തിരഞ്ഞെടുത്തു. ആ 20 മത്സരാർത്ഥികളുടെ ഗാനാലാപനവും ഈ ദിവസം രാവിലെ 10 മണിക്ക് നടക്കുന്നുണ്ട്. അതിൽ നിന്ന് ഓരോ ഗ്രൂപ്പിൽ നിന്നും 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം 3 പേരെ വിജയികളായിട്ട് പ്രഖ്യാപിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബിന്ദു അരവിന്ദ്, സാജിദ് അലങ്കാർ, പി.കെ. പ്രേമൻ, കെ.പി.എ. മനാഫ് എന്നിവർ പങ്കെടുത്തു.